ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സുർബിയാൻ ബിരിയാണി ഉണ്ടാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കുറേ ദിവസമായി ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടും ഇതിൽ ചേർക്കേണ്ടതായിട്ടുള്ള ഈ ഒരു ഐറ്റം സാഫ്രോൺ അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് അത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്തതാണ്. കാരണം നാട്ടിൽ നിന്ന് നമുക്കത് വാങ്ങിക്കഴിഞ്ഞാൽ ശരിയാവില്ല, നല്ല വില ഉള്ളതാണ്. അപ്പോൾ അത് ദുബായിൽ നിന്ന് കൊണ്ടുവരുന്നവരെ കാത്തു നിന്നിട്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ ബിരിയാണി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കിയതെങ്കിലും ടേസ്റ്റ് നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് വെച്ചിട്ടില്ല. എന്നാലും ഈ ബിരിയാണി, ഈ സുർബിയാൻ ബിരിയാണി എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെന്ന് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നിപ്പോൾ ഞാൻ ജസ്റ്റ് ഏകദേശം എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഫസ്റ്റ് തന്നെ പാൻ വെച്ചിട്ട് ഉള്ളി ഫ്രൈ ചെയ്യാമെന്ന് ചെയ്തത്. അപ്പോൾ ഉള്ളി ഫ്രൈ ചെയ്യാനുള്ള ഒരു കപ്പിൻ്റെ അടുത്തുള്ള ഓയിലും പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഗീയും നെയ്യും ചേർത്തിട്ട് ഉള്ളി ഫ്രൈ ചെയ്തത്. ഒരു 4 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ് ഞാൻ ഫ്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല ഗോൾഡൻ കളറായി വരുന്ന സമയത്ത് തന്നെ അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അതിന് ശേഷം പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമെല്ലാം ഇട്ടിട്ട് അതും കൂടി ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ 3 അത്യാവശ്യം വലിപ്പമുള്ള 3 ഉരുളക്കിഴങ്ങ് ഈ സൈസിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് ഞാനിതിനെ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഓരോ ഭാഗവും ഇതേപോലെ മറിച്ചിട്ടും തിരിച്ചും എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലൊരു ഗോൾഡൻ നിറാകുന്നത് വരെ ഇതിൽ നിന്ന് ഇത് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചിക്കൻ കഷ്ണങ്ങളും കൂടി ഇട്ടിട്ട് വേവിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ഈ ഒരു സൈസിലുള്ള കഷ്ണങ്ങളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എടുത്തിട്ടുള്ള കഷ്ണങ്ങൾ മുഴുവൻ, ഒരു ചിക്കൻ മുഴുവനായിട്ടില്ല, അതിൻ്റെ 1/4 ഭാഗത്തോളം എടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കി വെക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് തന്നെ അതൊന്ന് വെന്ത് വരണം. അപ്പോൾ ആ ടൈം കൊണ്ട് അരപ്പ് തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയിൽ നിന്ന് ഒരു 1/4 ഭാഗത്തോളം ഞാൻ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു 2-3 ഏലക്കായും 2-3 ഗ്രാമ്പ്, ഒരു കഷ്ണം പട്ട എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണോളം കുരുമുളക് പൊടി, 1/4 സ്പൂണ് ജീരകം, ചെറിയ ജീരകം പൊടിച്ചത്, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും, ഒരു വലിയ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ പുളിയില്ലാത്ത തൈരാണ്. ഈ ഒരു ചെറിയ കപ്പിലുള്ള പുളിയില്ലാത്ത തൈരും പിന്നെ ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് വെള്ളവും ചേർത്തിട്ടാണ് ഇതിനെ നല്ലോണം ഒന്ന് അരക്കുന്നത്. ഈ ടൈമിൽ ചിക്കനെല്ലാം നല്ലോണം കളർ മാറി വന്നിട്ടുണ്ട്. ഇനി അതിനൊന്നും കൂടി മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ഭാഗവും കുറച്ചൊന്നായി കഴിഞ്ഞാലാണ് ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഇട്ട് കൊടുക്കുന്നത്. അരപ്പ് ഒഴിച്ചതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ജാറിലൊഴിച്ചിട്ട് അതും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് സാഫ്രോൺ കുറച്ച് മുന്നേ വെള്ളത്തിൽ കുതിർത്ത് വെക്കേണ്ടതായിരുന്നു, അതെന്നോട് വിട്ടുപോയി. അപ്പോൾ ഈ ഒരു ടൈമിലാണ് ഞാൻ കുറച്ച് സാഫ്രോൺ എടുത്തിട്ട് അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെക്കുന്നത്. അപ്പോൾ ഇനി അത് ലാസ്റ്റ് ഈ മസാലേൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. അതൊന്ന് അവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഞാനൊരു 7ഓളം പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും, പിന്നെ കൂടുതലൊരു ചിക്കൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മാഗി ക്യൂബും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ടൈമിൽ ഞാൻ ആ സാഫ്രോണിൻ്റെ 1/4 ഭാഗത്തോളം ഇതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഉപ്പ്, പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളച്ച് കഴിഞ്ഞാൽ അടച്ച് വെച്ചിട്ട് ഇതിനെ കുറച്ച് സമയം അത്യാവശ്യം ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റുന്ന വരെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ചിക്കൻ ഈ വെള്ളമെല്ലാം വറ്റി വെന്ത് വരുന്ന ടൈം കൊണ്ട് ചോറ് തയ്യാറാക്കാം. അപ്പോൾ ബസുമതി റൈസ് ഞാനൊരു 10 മിനിറ്റ് മുമ്പേ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിന്. അപ്പോൾ അത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെള്ളം തിളച്ച് വരുമ്പോൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീഫ് എല്ലാം ഇട്ടിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഊറ്റി വെച്ചിട്ടുള്ള ബസുമതി റൈസും കൂടി ഇട്ട് പാകത്തിനുള്ള ഉപ്പും കൊടുത്തിട്ട് ഒരു 3-4 മിനിറ്റ് വെന്താൽ മതി. അപ്പോഴത്തേക്കന്നെ ഇത് വെന്ത് കിട്ടും. ചോറ് ഒരു 1/4 ഭാഗത്തോളം വേവ് മാത്രമേ ആകണ്ടൂ, ബാക്കി നമുക്ക് മസാലയിൽ നിന്ന് വേവാനുള്ളതാണ്. അപ്പോൾ അത് അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി ആ ചെമ്പിൽ തന്നെ ഞാൻ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള മസാല പകുതിയോളം ഇട്ട് കൊടുത്തിട്ട് ചെമ്പിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് നിരത്തി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും പകുതി ഭാഗം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. എന്നിട്ട് എല്ലാ ഭാഗത്തുമായിട്ട് നിരത്തി കൊടുക്കുന്നുണ്ട്. ഈ ചെമ്പിൻ്റെ എല്ലാ ഭാഗത്തുമായിട്ട് ചോറ് ഇതേപോലെ തട്ടിക്കൊടുത്തതിന് ശേഷം നേരത്തെ ബാക്കിയുള്ള മസാല, പകുതി മസാല അല്ലേ ആദ്യം ഇട്ടത്, അപ്പം ബാക്കിയുള്ള മസാലയും കൂടി ഇതിൻ്റെ മേലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് ഇപ്പോൾ മസാല ഇട്ട് കഴിഞ്ഞ് ഇനി മല്ലിയിലയും ഫ്രൈ ചെയ്ത ഉള്ളിയും കൂടി ഇതിൻ്റെ മേലെ ഇട്ടിട്ട് പിന്നെ ബാക്കിയുള്ള ചോറും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മുഴുവൻ ചോറും ഇട്ട് കഴിഞ്ഞ് ഇനി അതും ഇതേപോലെ എല്ലാ ഭാഗത്തും ഒന്ന് നിരത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നേരത്തെ കുതിർത്ത് വെച്ച സാഫ്രോണിന് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാനൊരു ഭാഗത്തായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്നും കൂടി ഒന്ന് കളർഫുള്ളാകാൻ വേണ്ടിയിട്ട് റെഡ് കളറും കൂടി കുറച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളിയും അണ്ടിപ്പരിപ്പ്, ബദം, പിന്നെ മല്ലിയിലയെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടിട്ട് ഒരു 6-7 മിനിറ്റോളം വെക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ
ഒരു കഷ്ണം ചാർക്കോൾ കത്തിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് പുക ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് ചാർക്കോൾ എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് തന്നെ അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 6 മിനിറ്റിന് ശേഷമാണ് ഞാനിത് അടുപ്പ് തുറന്നിട്ടുള്ളത്. നല്ല അടിപൊളി സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇനി അതെല്ലാം കൂടി ഒന്നിച്ചൊന്ന് മിക്സ് ചെയ്യണം. ഈ മസാലയും ചോറും എല്ലാം കൂടിയിട്ട് എല്ലാ ഭാഗത്തും ആകുന്ന വിധത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഇത് വെച്ചതെങ്കിലും നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മണമുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ബിരിയാണിയിലുള്ള പോലെയുള്ള എണ്ണയും മസാലകളും എരിവൊന്നും കൂടുതലില്ല. അതെല്ലാം അത്യാവശ്യം കുറവ് തന്നെയാണ് ഇതിന്. എന്നാലും അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്. താങ്ക്